വന്ന് വന്ന് ഈ വീട്ടിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോ. എങ്ങനെയുണ്ട് ഹൈമാവതി? എന്തു പറയാനാ നാത്തൂനെ, ഈ നടുപിടിച്ച് വീഴുന്നതിന് ഇത്ര സുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനൊന്ന് വീഴണം. വലിയ മുടക്കൊന്നുമില്ലാതെ സുഖിക്കാലോ. ഹൈമാവതി എന്നെ കളിയാക്കിയതാണോ? പിന്നല്ലാതെ ഞാൻ എന്താ പറയണ്ടേ? നടുപിടിച്ച് വീണ് നട്ടലിന്റെ പീസ് എത്ര എണ്ണം പോയി എന്നറിയാതെ മനുഷ്യ നക്ഷത്ര എണ്ണി ഇരിക്കുമ്പോഴാ നാത്തൂന്റെ ഒരു ചോദ്യം. അതിന് ഇതില് വൃത്തിയായിട്ട് മറുപടി പറയാൻ എനിക്കറിയില്ല. എന്നാലും നാത്തു ചെയ്തത് ശരിയായില്ല. ഞാന് ഒന്നും മനസ്സിൽ വെച്ച് ചോദിച്ചതല്ല. വീണതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്നും ഹോസ്പിറ്റലിൽ പോണെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. ഹൈമാവതിക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പോയേക്കാം. അതല്ല നാത്തൂനെ ഞാൻ പറഞ്ഞത്. എന്റെ ഈ വേദനയൊക്കെ ഞാൻ സഹിക്കും. എന്റെ മോള് ശ്രേയന്ന് നാണം കെട്ടതിനും അവളുടെ കണ്ണീര് വീണതിനും എന്റെ മനസ്സിലേറ്റ മുറിവിന്റെ വേദനയൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നാത്തൂനെ. ഒരു വിധത്തിൽ എല്ലാം കടിച്ചമർത്തി എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ഇവിടെ കയറി വന്നപ്പോ ആ വേലക്കാരി പെണ്ണിനെ മഹിക്കൊപ്പം ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ നാത്തു പറഞ്ഞില്ലേ? അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. അതെ, അത് മോശമായി പോയി ആന്റി. എല്ലാത്തിനും ഞങ്ങൾക്കൊപ്പം നിന്നിട്ട് അവസാനം ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല. അല്ല, ഞാനതിന് ആ ഗംഗി സ്വീകരിക്കാൻ ഞാൻ പറയൂ? പിന്നെ സീമ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരിയുടെ കളി തന്നെ ആയിരിക്കും. ശരിയാ, സീമ ശബ്ദം മാത്രമാവും കേട്ടത്. അപ്പൊ അത് ഗൗരി തന്നെയായിരിക്കും. ഈശ്വര, ഗൗരി മിമിക്രി കാണിച്ചു തുടങ്ങിയോ? നാത്തുവിന്റെ ശബ്ദം അനുകരിക്കാൻ ഇവക്ക് ഇത്ര എളുപ്പമാണോ? ഈ ഗൗരി കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ആ നാശം പിടിച്ചോളെ ഇവിടുന്ന് ഓടിക്കാൻ ഒരു വഴിയില്ലേ? ഒന്ന് പതുക്കെ പറ അമ്മേ, അവൾ കട്ടിലടക്കം തൂക്കിയെറിയും. അയ്യോ, ഗൗരി കല്യാണം മുടക്കാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തതാ. അവളുടെ ആത്മാവിന് അവിടെ എത്താനോ കല്യാണം തകർക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ സാധിച്ചിട്ടില്ല. എന്നിട്ടും ഈ കല്യാണം മാറിയതാണ്. അതിന്റെ നടുക്കം ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല. നാത്തുവിന്റെ നടുക്കം പതുക്കെ മാറിക്കോളും. പക്ഷെ ഞാനും എന്റെ മോളും എന്ത് ചെയ്യും? ഇതെല്ലാം ആ മഹിയും ഗംഗയും കൂടി നാടകം കളിച്ചതാ. എല്ലാരും കൂടി എന്റെ മോളെ ചതിച്ചു, അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കി. നാത്തുവിന്റെ വാക്കിന് ഈ വീട്ടിൽ ഇപ്പൊ എന്ത് വിലയാ ഉള്ളത്? മഹി നാത്തുവിനെ അമ്മയെന്ന് വിളിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? എല്ലാം കൈവിട്ടു പോയില്ലേ? എന്റെ മോൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടോ? ഇനി അവൾക്ക് മഹിയെ കിട്ടുമോ? കിട്ടും. പിന്നെ മഹി ഗൗരിയെ കല്യാണം കഴിച്ചപ്പോഴും ഇതേ ചോദ്യം ഹൈമാവതി എന്നോട് ചോദിച്ചതാ. ആ ഗൗരി ഇന്ന് ജീവനോടെ ഉണ്ടോ? ശ്രേയയും മഹിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. ഇത് എന്റെ വാക്കാ. ആന്റിയുടെ വാക്ക് എനിക്ക് വിശ്വാസമാണ്. ഗംഗ എത്രയും പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കണം. അതിനു മുമ്പ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ ആദ്യ രാത്രിയാ. അത് നടക്കരുത്. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. അതിന് വേണ്ടതെന്താന്ന് എനിക്കറിയാം.
അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഗംഗേ, ഗംഗേ, ഇറങ്ങി വാ. ഇറങ്ങി വരാൻ. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നേ. ഓ, ഓ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ഭാവാവിനെ? എന്റെ മോളെ രക്ഷിക്കണം, അവക്ക് ലോകം അറിയില്ല, പാവമാണ്, പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. എലിയും പുലിയും തിരിച്ചറിയില്ല, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ നിങ്ങൾ എന്നെ പറ്റിച്ചത്? ആരെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. എന്നെ പറ്റിച്ചിട്ട് ആരും സൂചിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട. ആ, വന്നല്ലോ പഞ്ചപാവം മിണ്ടാപ്പൂച്ച. നീ ഇവിടെ ഇത്രയും നാൾ നിന്ന് ആരും അറിയാതെ മഹിയെ വശീകരിച്ച് നിന്നെ കല്യാണം കഴിപ്പിച്ചില്ലടി, ഇല്ലടി? ഈ കിളവടക്കം അതിന് കൂട്ടുന്ന എന്നെ ചതിച്ചു. നകുൽ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും, വെറുതെ അല്ല. എന്നെ വഞ്ചിച്ചതിന്, എന്നെ ചതിച്ചതിന്, എല്ലാവരുടെ മുമ്പിൽ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചതിന്, എല്ലാത്തിനും നിങ്ങളെ രണ്ടുപേരും കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. ഒറ്റൊന്നിനും ഞാൻ വെറുതെ വിടില്ല. ഏയ്, നിന്നെ കാണിച്ചെന്നെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. അയ്യോ, പിടിക്കണ അവളെ. അയ്യോ, നീ അകത്തേക്ക് ഓടിയ നിന്നെ പിടിക്കില്ല എന്നാണോ നിന്റെ വിചാരം? നകുൽ, വേണ്ട, നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാൻ ഇത് അതിർത്തി തർക്കമല്ല, എന്റെ ജീവിതത്തിന്റെ കാര്യമാ. അവളില്ലാതെ ഇവിടുന്ന് ഞാൻ പോവില്ല. അയ്യോ നകുൽ, വേണ്ട നകുൽ. വിട്, വിടാൻ. അയ്യോ നകുൽ, ഞാൻ പറയുന്നത് കേൾക്ക. വിട്. അയ്യോ മുത്തശ്ശി, കൈലാസം വീട്ടിലെ മഹാത്മാക്കൾ എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും കൂടി എന്നെ ചതിച്ചൊരു വഴിക്കാക്കിയില്ലേ? ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ കയറിറങ്ങി നടന്നത് എന്തിനായിരുന്നു? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വെച്ചൊരു വിവാഹ നാടകം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ആരും മനഃപൂർവ്വം നകുലിനെ ചതിച്ചതല്ല. അല്ലാന്ന് വെറുതെ പറഞ്ഞാൽ അല്ലാതാവില്ലല്ലോ. വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ മുന്നിൽ അപമാനിതനായി തല കുനിച്ചു നിന്നത് ഞാനല്ലേ? നകുൽ, അതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. മഹി അത് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്. അവൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ആർക്കും അത് തടയാൻ സാധിച്ചില്ല. അതില് നകുലിന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. നിങ്ങളുടെ വിഷമം നിങ്ങൾ സഹിക്കും, കുറച്ച് കഴിയുമ്പോൾ മറക്കും. പക്ഷേ എനിക്കതിന് സാധിക്കില്ല. ദേ നോക്ക്, എന്തിന്റെ പേരിലായാലും ഇവിടെ വന്നിങ്ങനെ ബഹളം വെക്കാൻ പറ്റില്ല. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അത് ഉറപ്പിച്ച് മോതിരം അണിയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ ഭാര്യയായിരിക്കണം. അല്ലാതെ മിനിറ്റിന് ആളെ മാറ്റി മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ എനിക്ക് സാധിക്കില്ല. നകുൽ അവിടെ തകർക്കുകയാണെന്ന് തോന്നല്ലോ. എനിക്കൊന്നും അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. നിനക്ക് പോയെന്ന് നോക്കിക്കൂടായിരുന്നോ ശ്രേയെ? ഇപ്പൊ അവിടേക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? ഈ മുത്തശ്ശി എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഈ മുത്തശ്ശി പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടിയത്. എന്റെ സ്ഥാനം എന്താവൂന്ന് ഇവര് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കി പോവായിരുന്നല്ലോ. സംഭവിച്ചതൊന്നും എന്റെ തെറ്റല്ല നകുൽ. ആരൊക്കെ കൈയൊഴിഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ മുത്തശ്ശി അങ്ങനെ പറയാൻ പാടില്ല.
എന്താ എന്താ ഇവിടെ പ്രശ്നം? ആ വന്നല്ലോ. ആ നകുലൊരു ഒറ്റ ബുദ്ധിയാ. അയാൾ എന്തൊക്കെ വിളിച്ചു പറയുന്നു ഒരു ഊഹവും ഇല്ല. അവിടെ മഹേട്ടനടക്കം എല്ലാരും ഉണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ പേര് വല്ലതും വിളിച്ചു പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ പേര് വിളിച്ചു പറഞ്ഞാ നീ അതങ്ങ് നിഷേധിച്ചേക്കണം. വെറുതെ നിഷേധിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവൻ തെളിവ് സഹിതമായിരിക്കും എല്ലാം വിളിച്ചു പറയുന്നേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ പോണ്ട. എന്നാലും എങ്ങനെയാ മോളെ അവന്റെ കയ്യിൽ തെളിവുകൾ വരുന്നേ? ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ച റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഈശ്വരാ, വേറെ എന്തൊക്കെ തെളിവുകൾ അവൻ നമുക്കെതിരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? കഴിഞ്ഞത് കഴിഞ്ഞു. മഹിയൊരു തോന്നലിന് ഇങ്ങനൊരു തോന്നിവാസം ചെയ്തു. ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടി. ഞാനത് ക്ഷമിക്കാൻ തയ്യാറാ. നീ അത് ക്ഷമിച്ചെങ്കിൽ ഇപ്പൊ ഇവിടെ വന്ന് ബഹളം വെക്കേണ്ട കാര്യം എന്താ? എല്ലാം മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞു ചേർത്ത കാര്യമല്ലേ? നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കണം. അങ്ങനെ പോകാൻ വന്നതല്ല ഞാൻ. ഗംഗ എനിക്ക് വേണം. അയാളോട് പോവാൻ പറ. ഇയാൾ ഗംഗയെ പിടിച്ചോണ്ട് പോവാൻ വന്നതാ. മോള് പേടിക്കണ്ട, ഗംഗയെ ആരും ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല. മോള് ചെല്ല്. ഗംഗയെ മഹി താലി കെട്ടിയത് മറക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഞാൻ ക്ഷമിച്ചേക്കാം. നിങ്ങൾ ഗംഗ എനിക്കൊപ്പം അയക്കണം. ഇയാളും മഹിസാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോകും തോന്നുന്നു. നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ അവനോട് ഒരു ബന്ധവും വേണ്ടെന്ന്. അതൊന്നും നീ അനുസരിച്ചിട്ടില്ല. ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത് അവളെ എന്റെ ഭാര്യയാക്കാനാ, അല്ലാതെ നിന്റെ ഒപ്പം പറഞ്ഞയക്കാനല്ല. നീ എത്രയൊക്കെ നാടകം കളിച്ചാലും ഗംഗയെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല നകുൽ. നീ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി പൊക്കോണം. ഞാൻ പോകുന്നെങ്കിലേ അത് ഗംഗയും കൊണ്ടായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ പേരിൽ വഴക്കുണ്ടാക്കരുത്. ഇല്ല, ഇവിടെ ഒരു വഴക്കുമില്ല. നീ എന്റെ കൂടെ വന്നാ എല്ലാ പ്രശ്നവും ഇവിടെ അവസാനിക്കും. എന്റെ പ്ലാനിങ് എല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നതുമാണ്. ആ നകുല് വന്നതുകൊണ്ടാ ഇപ്പൊ ഈ കല്യാണം വരെ നടന്നത്. ഏത് കല്യാണം? ഗംഗയും മഹിയായിട്ടുള്ള കല്യാണോ? ഒന്ന് പോവാമേ, വെറുതെ മനുഷ്യനെ വെറുപ്പിക്കല്ലേ. ആ നകുല് വന്നതുകൊണ്ടല്ലേ ഗംഗയ്ക്ക് ഇപ്പൊ ഈ കല്യാണ ആലോചന ഉണ്ടായത്. നമ്മളെല്ലാം ശരിയായി സെറ്റ് ചെയ്തുകൊണ്ട് വന്നതല്ലേ. അവസാനം മഹിയേട്ടൻ ചതിച്ചില്ലായിരുന്നെങ്കിലോ? ചതിച്ചില്ലേ? ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ ഭഗവാനെ, ഈ നകുല് വെറുതെ അവിടെ നിന്ന് വഴക്കുണ്ടാക്കാതെ ആ ഗംഗ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയാ മതിയായിരുന്നു. ബഹളം കേട്ടിട്ട് അതിനുള്ള സാധ്യതയുണ്ട്. നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? ഞാൻ പോയാലേ ഇവളും എന്റെ കൂടെ ഉണ്ടാവും. ഓടിങ്ങോട്ടും. നകുലിന് അവളെ കൊണ്ടുപോവാതെ വേറെ വഴിയില്ല. ഒരാഴ്ച മുമ്പ് അവന്റെ ബോസ് അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കേട്ടതാ. ആണോ? അതെ അമ്മേ, ഒരാഴ്ചക്കുള്ളിൽ ഗംഗയെ കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ നകുലിനെ അയാൾ കൊല്ലുമെന്നാ ഭീഷണിപ്പെടുത്തിയത്. കല്യാണം കഴിഞ്ഞ ഉടനെ ഗംഗ ഇവിടുന്ന് കൊണ്ടുപോകാനായിരുന്നു നകുലിന്റെ പ്ലാൻ. എന്നാ അവൻ വേറെ വഴിയില്ലാതെ ഗംഗ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളുമായിരിക്കും അല്ലേ? അപ്പൊ മഹിയേട്ടൻ ഇടപെടും. ഗംഗയെ മഹിയേട്ടൻ എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല. അതിന്റെ ബഹളം ഇപ്പൊ നടക്കുന്നേന്ന് തോന്നുന്നു. മാഹിക്കിട്ട് 2 എണ്ണം കിട്ടട്ടെ. നമ്മളെ വേദനിപ്പിച്ചതിന് അവനുള്ളതും കിട്ടണം. അവനെ അടിച്ച് താഴെ ഇട്ടിട്ട് നകുല് ഗംഗയും കൊണ്ട് പോയാ മതിയായിരുന്നു.
ഞാൻ എത്തി. നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. മോളെ പേടിക്കണ്ട, പേടിക്കണ്ട കേട്ടോ. മോള് പേടിക്കണ്ട. പേടിക്കണ്ട കേട്ടോ. സാറെന്തിനാ അവനെ കണ്ട് പേടിച്ചു കൊടുക്കുന്നത്? നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നില്ലേ? നമുക്കവനെ ഈസി ആയിട്ട് അടിച്ചു കൊടുക്കാറുണ്ടല്ലോ. ഞാൻ അവനെ പേടിച്ച് ഓടിയൊന്നുമല്ല. പിന്നെ എന്തിനാ വേഗം വന്നത്? എടം, ഞാൻ അവിടെ ഒരു വലിയ പാമ്പിനെ കണ്ടു. ഒരു ഒരു ഘോര സർപ്പം. എവിടെ? ഏയ്, അവിടെ തന്നെ. എന്നിട്ട് ഞങ്ങളാരും കണ്ടില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല സാറേ. ഇനി സാറിന് തോന്നിയതായിരിക്കും ഈ ഇലുമിനാറ്റി. ഇലുമിനാറ്റിയോ? അതെ, ഈ ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നില്ലേ? അത് ഇലുമിനാറ്റി അല്ലടാ, ഇമാജിനേഷൻ, ഹാലൂസിനേഷൻ. എന്ത് റേഷൻ ആയാലും അതായിരിക്കും സാർ കണ്ടത്. അല്ലെങ്കിൽ കോര സർപ്പത്തേക്ക് കണ്ട സാറിന് മുമ്പ് ഞങ്ങൾ വണ്ടി കയറില്ലേ? അത് ശരിയാ. എനിക്ക് പാമ്പിനെ പണ്ടേ ഇഷ്ടമല്ല. ഒരുതരം വൃത്തികെട്ട ജീവിയ, കാണുന്നതേ വെറുപ്പാ. എന്നാലും സാറിന്റെ ഇലുമിനേഷൻ കാരണം നമുക്ക് അവളെ പൊക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ അവളെ വെറുതെ വിടാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ സാറിന്റെ പ്ലാൻ? നാളെ നമ്മൾ പോകുന്നു. കൂടുതൽ ആൾക്കാരും കൂട്ടി വേണം പോവാൻ. ആരെതിർക്കാൻ വന്നാലും അവരെല്ലാം നമ്മൾ അടിച്ചൊതുക്കും. ഗംഗയെ നമ്മൾ പൊക്കിയിരിക്കും. നീ ഇനി ഒരിക്കലും കൈലാസത്തിൽ കാല് കുത്തിക്കൂടാ. എന്റെ മോളെയോ മഹിയേട്ടനെയോ ഗംഗയെയോ വിഷമിപ്പിച്ച നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. നിനക്കുള്ളത് ഞാൻ ഇപ്പൊ തരാം. അയ്യോ പാമ്പ്! അയ്യോ പാമ്പ്! അയ്യോ നോക്കടാ, പാമ്പടാ! എവിടെ? പാമ്പോ? അവിടെ ഇല്ലല്ലോ. പാമ്പില്ല സാറേ. എടുത്തു കളയടാ. എടുത്തു കളയടാ. അയ്യോ 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 ഞാൻ പാമ്പ് അടിക്കുന്നേ. അയ്യോ സൂക്ഷിച്ചോടിക്കും സാറേ. അയ്യോ സാറേ നോക്കി ഓടി സാറേ. അയ്യോ നേരെ ഓടിക്കും സാറേ. സാറേ നോക്കി. എല്ലാത്തിനും കാരണം നീയാ. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോ അത് നേരിട്ട് കണ്ടു. ജാനകിയമ്മയെ നകുൽ അപമാനിച്ചതിനും
ഈ വീടിന്റെ മുറ്റത്ത് അടി നടന്നതിനും ഒക്കെ കാരണക്കാരി നീ ഒറ്റ വരുത്തിയ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പറ? ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ? എന്തിനു വേണ്ടിയാ ഞാൻ ഈ പഴി കേൾക്കേണ്ടി വരുന്നത്? അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാവർക്കും നല്ലത് വരാനാ ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഓരോന്നും ചെയ്തത്. എന്റെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മറന്നത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. എന്നിട്ട് നീ കാരണം ഒന്നും സംഭവിച്ചില്ലേ? എന്റെ ജീവിതം നീ തകർത്തില്ലേ? വിവാഹ പന്തലിൽ നിന്ന് കരഞ്ഞുകൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് നീ ഒറ്റ കാരണമല്ലേ? ഞാൻ എന്താ ശ്രേയച്ചി ചെയ്തത്? ഈ വിവാഹം ഞാൻ പറഞ്ഞിട്ട് നടന്നതാണോ? മഹേട്ടൻ എന്തോന്നും മിണ്ടാത്തത്? എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ മഹേട്ടനോട് ആവശ്യപ്പെട്ടോ?